പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ സ്ത്രീക്ക് നേരെ ലൈംഗികാതിക്രമം. മകനുമായി ഡോക്ടറെ കാണാനെത്തിയ 52-കാരിക്ക് നേരെ സമീപത്ത് നിന്നയാൾ ലൈംഗികാതിക്രമം നടത്തുകയായിരുന്നു. സ്ത്രീ ചോദ്യം ചെയ്തതോടെ ഇറങ്ങി ഓടിയാളെ കണ്ടെത്താനായില്ല. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ഓർത്തോ വിഭാഗത്തിൽ ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു സംഭവം. ടോക്കൺ എടുത്ത് ഡോക്ടറെ കാണാൻ നിന്ന സ്ത്രീക്ക് നേരെ നഗ്നതാ പ്രദർശനവും ലൈംഗികാതിക്രമവും നടത്തിയെന്നാണ് ആരോപണം. വരിയായി നിന്നിരുന്ന സ്ത്രീയുടെ തൊട്ടുപിന്നിൽ നിന്ന ആളായിരുന്നു ലൈംഗികാതിക്രമം നടത്തിയത്. സ്ത്രീ പ്രതികരിച്ചതോടെ ഇയാൾ സംഭവസ്ഥലത്ത് നിന്ന് ഇറങ്ങിയോടി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരമൊരു അനുഭവമെന്ന് യുവതി പറഞ്ഞു. അപ്പോൾ ഓർത്തോ ഡോക്ടറെ കാണാനാണ് വന്ന് ഞങ്ങൾ ഡോക്ടറെ കാണാൻ ക്യൂ നിന്ന് ഏകദേശം ഡോക്ടറെ അടുത്ത് എത്താറാകുന്ന സമയമായപ്പോൾ ഒരാളെൻ്റെ പുറകിൽ നിന്ന് വേണ്ടാത്ത ഇതിനെ കാണിച്ചു. എൻ്റെ ഡ്രസ്സിൻ്റെ പുറമെല്ലാം നനഞ്ഞിരിക്കുകയായിരുന്നു. ഞാൻ പുള്ളിയെ പേപ്പർ കൊണ്ട് പുള്ളിയുടെ ഫ്രണ്ട് പുള്ളി മറച്ചേക്കുന്നത് ഞാൻ തട്ടി മാറ്റി നോക്കിയപ്പോൾ എനിക്ക് കാര്യം പിടികിട്ടി. ഞാൻ അയാൾക്ക് ഒരു അടി കൊടുത്ത് അവൻ ഓടുകയും ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ ആളിനെ കണ്ടാൽ എനിക്കറിയാം, എപ്പോൾ കണ്ടാലും എനിക്കറിയാം. കാരണം ഒന്ന് കൊടുത്തും ആ മുഖം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. എനിക്ക് ഇതുവരെ എൻ്റെ വിറയിലും മാറിയിട്ടില്ല. ഞാൻ കൂടെ ഓടി, പിടികിട്ടിയില്ല ആളിനെ. ആ റോഡിൽ ഇറങ്ങി ഓടിപ്പോയി. ബോധപൂർവം സ്ത്രീയുടെ അടുത്തേക്ക് ചേർന്ന് നിന്നാണ് ഇയാൾ അതിക്രമം നടത്തിയതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഒരു ചന്ത കൾച്ചറാണ് കേട്ടോ. ഗവൺമെൻറ് ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ചന്ത കൾച്ചറാണ്. നമുക്ക് പറയാൻ പറ്റത്തില്ല. ബാക്കിൽ നിന്ന് വരുന്നവർ ഫ്രണ്ടിലോട്ട് ഇടിച്ചു കയറുന്ന, അവിടെ ഒരു സ്റ്റാഫില്ല, ഒരു അറ്റൻഡർ ഇല്ല, അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ഇല്ല, നിയന്ത്രിക്കാൻ ആരുമില്ല. രണ്ട് സൈഡും OP നോക്കുന്ന ഡോക്ടർമാരാണ്. റൂമുണ്ട്, ഡ്രസ്സിംഗ് റൂമാണ്. ആ റൂമിൻ്റെ ഫ്രണ്ടിലാണ് ഇവർ നിന്നത്. ആ റൂമിൽ നിന്ന് ഒരാൾ വന്നിട്ട് പറഞ്ഞു അങ്ങോട്ട് മാറാൻ പറഞ്ഞപ്പോഴത്തേന് ഇവരുടെ ബാഗ് മൊത്തം നനഞ്ഞിരിക്കുന്നു. ബാഗ് നനഞ്ഞിരിക്കുന്നതും പോരട്ടെ, ഇവൻ്റെ കയ്യിൽ നിന്ന് പറ്റിയ തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് ഇവൻ്റെ കയ്യിലിരുന്ന വെള്ളവും കൂടി ഇവൻ കോരി അവരുടെ ശരീരത്ത് ഒഴിച്ചിട്ടാണ് പോയത്. നിയമപരമായി മുന്നോട്ട് പോകാൻ താൽപ്പര്യമില്ലെന്നാണ് യുവതിയുടെ പ്രതികരണം. പോലീസ് സ്വമേധയാ കേസെടുത്താലും സഹകരിക്കാൻ കഴിയില്ലെന്നും അവർ പറഞ്ഞു. പരാതി ലഭിച്ചില്ലെങ്കിലും പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് മലയാളം, പത്തനംതിട്ട.